ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാരണം ഞാൻ അവസാനം കാണിക്കുന്ന ആ ഒരു വീഡിയോ വളരെയധികം ക്ലാരിറ്റി ഉള്ള നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. കാരണം മെയ് 8-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം, ഒരുപാടധികം UFOയുടെ വീഡിയോസും ഫോട്ടോസും ഒരുപാട് ഡാറ്റയാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതും ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് പെന്റഗൺ തന്നെയാണ്. പക്ഷേ അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്നുള്ള ഒരു പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. ഈ സമയം കൊണ്ട് ഒരു ബാച്ച് UFO ഫയൽസ് ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ബാച്ചിൽ മാത്രം 162ഓളം ഫയൽസ് ഉണ്ട്. അതിൽ 28ഓളം വീഡിയോസും 14 ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാടധികം PDF നമുക്ക് കാണാൻ പറ്റും. ഈ PDF-ലായിക്കോട്ടെ ഇതേപോലുള്ള ഒരുപാട് ഐ വിറ്റ്നസ് ടെസ്റ്റിമോണിയും ഒരുപാട് ആൾക്കാരുടെ സംഭാഷണവും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൽ തന്നെ നാസയുടെ ജെമിനൈ എന്ന് പറയുന്ന ആ ഒരു മിഷനിൽ വെച്ചിട്ട് ആ സമയത്ത് ആസ്ട്രോനോട്സ് കണ്ട ഒരു പറക്കുംതളിയെ പറ്റിയിട്ടുള്ള സംഭാഷണം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. എന്നാൽ 1972 വെച്ച് അപ്പോളോ 17 മിഷന്റെ ഭാഗമായിട്ട് മൂണിൽ വെച്ചെടുത്ത ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഈ ഫോട്ടോഗ്രാഫിനെ പറ്റിയിട്ട് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ഈ സംഭവത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് ഞാൻ ഡീബങ്ക് ചെയ്യുന്ന രീതിയിലാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്. കാരണം അതിനുള്ള ഒരുപാടധികം ഫാക്ടേഴ്സ് ആ കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ഫയൽസിലൂടെ പറയുന്നതാവട്ടെ ഇത് ശരിക്കും എന്താണെന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പെന്റഗൺ ഒഫീഷ്യലി പറയുന്ന ഒരു കാര്യമാണ് അപ്പോളോ മിഷന്റെ ഇടയ്ക്ക് വെച്ച് സംഭവിച്ചത് എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെ അപ്പോളോ മിഷൻ സമയത്ത് അവർ സംസാരിച്ചിരുന്ന ഒരുപാടധികം സംഭാഷണങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ മാത്രമായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോ ഒരുപാടധികം വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോ ഈ കാണുന്നത് ശരിക്കുമുള്ള ഒരു പറക്കുംതളിയുടെ വീഡിയോ ആണ്. 2024 ജാനുവരി 1-ാം തീയതിയാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതെടുത്തിരിക്കുന്നത് US മിലിറ്ററി പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഇൻഫ്രാറെഡ് ക്യാമറ സെൻസർ ഉപയോഗിച്ചിട്ടാണ്. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുട്ബോളിന്റെ ഷേപ്പ് ഉള്ള ഒരു സംഭവമാണ്. അതായത് റഗ്ബിയുടെ ഒരു ഫുട്ബോൾ ഇല്ലേ, അതേപോലെ ഒരു എലോങ്ങേറ്റഡ് ഒരു ഓവൽ ഷേപ്പ് ഉള്ള ഒരു സംഭവത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതും ഈ ഒരു സംഭവത്തെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പുറകു വശത്ത് 4 ഫിൻ പോലത്തെ, അതായത് ഒരു ബ്ലിംപിന്റെ പുറയിൽ കാണുന്ന ഒരു 4 ടെയില് പോലത്തെ ഒരു സെക്ഷൻ നമുക്കിവിടെ കാണാനും കഴിയും. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഇവർ എന്തിനെയാണോ കാണുന്നത്, അതെന്താണ്, അതെങ്ങനെയാണ് പറക്കുന്നത്, ഇതിനെ പറ്റിയിട്ടൊന്നും ഇതുവരെ ആർക്കും ഒരു ഐഡിയയും ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങളിപ്പോ ഈ കാണുന്നതും ഒരു പറക്കുംതളിയുടെ വീഡിയോ തന്നെയാണ്. ഇതെടുത്തിരിക്കുന്നത് അതേ ദിവസം തന്നെയാണ്. 1 മിനിറ്റ് 40 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കും ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നത്. ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം കാറ്റാടികളുടെ ഇടയിൽ കൂടെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പറന്നു പോകുന്നതായിട്ടായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതും ഒരു പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പറന്നു പോകുന്നതായിട്ടായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് പറക്കുന്നതിന്റെ ഇടയ്ക്ക് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതും അത് വേറൊരു വഴിക്ക് പോകുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് US മിലിറ്ററി ഇൻസ്റ്റലേഷൻ ക്യാപ്ചർ ചെയ്തെടുത്തൊരു സംഭവമാണ്. ഇത് കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഏറ്റവും വലിയൊരു ഡൗട്ട് എന്താ വെച്ചാൽ ഈ കാറ്റാടികളുടെ ആ ഒരു ഏരിയയില്ലേ, അവിടുത്തെ കാറ്റ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ടെർബുലന്റ് ആയിട്ടുള്ള എയർ ആയിരിക്കും. കാരണം ഈ വിൻമില്ലൊക്കെ കറങ്ങുന്നത് കൊണ്ട് അവിടുത്തെ എയർ എന്ന് പറയുന്നത് ശരിക്കും വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു എയർ ആയിരിക്കും. ഇത്തരം സിറ്റുവേഷനിൽ നമുക്കറിയാവുന്ന ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഇതൊരു ഡ്രോൺ ആയിരിക്കും, ഇതൊരു വെതർ ബലൂൺ ആയിരിക്കും, ഇതൊരു ഫ്ലൈറ്റ് ആയിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ സംഭവത്തിനൊന്നും ഇത്രയധികം നീറ്റായിട്ട് പറക്കാൻ കഴിയില്ല. അഥവാ ഇത് നമ്മുടെ കൈവശമുള്ള ഒരു ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറയാവുന്ന ഒരു രീതിയിലൂടെയാണ് ഈ ഒരു സംഭവം പറക്കുന്നതെങ്കിൽ ഇത് നേരെ പറക്കരുത്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ആടിക്കളിച്ചുകൊണ്ടായിരിക്കണം പറക്കേണ്ടത്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വളരെയധികം പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ലൈനിലൂടെ പറക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാനിപ്പോ ഈ പറഞ്ഞത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഇത് ഒരു മിലിറ്ററി എക്യുപ്മെന്റ് ക്യാപ്ചർ ചെയ്തെടുത്ത ഒരു വീഡിയോ ആണ്. ഇത് ഫേക്കോ അങ്ങനത്തെ ഒരു സംഭവം അല്ല. എന്നാൽ ഈ വർഷം 1-ാം തീയതി US മിലിറ്ററി ഇൻസ്റ്റലേഷൻ എടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഈ വീഡിയോയുടെ തുടക്കം നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഒരു ഡ്രോണിനെയാണ് ആദ്യം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഈ ഡ്രോണിന്റെ അടുത്തുകൂടിയോ അതോ മുന്നിൽ കൂടെയോ എന്തോ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഹൈ സ്പീഡിൽ കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനും കഴിയും. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യാമറ നേരെ ആ ഒരു സംഭവത്തെ ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ കുറച്ച് സമയം മുന്നോട്ട് പോയപ്പോൾ ഈ ക്യാമറ ആ ഒരു സംഭവത്തെ ഫോക്കസ് ചെയ്യുന്നു.
അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ശരിക്കും ആ ഒരു സംഭവത്തിന്റെ ഒരു ലേ ഔട്ടാണ്, അതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ്. ഈ വീഡിയോയിൽ ഈ ഒരു സംഭവത്തെ സൂം ചെയ്ത് അതിന്റെ ഒരു ക്ലോസ് പിക്ചറും ഇവർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് മാക്സിമം ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ പലതരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ലൈറ്റുകൾ പോലത്തെ ഒരു സംഭവത്തെ നമുക്ക് ഇവിടെ കാണാനും കഴിയും. ഈ ലൈറ്റുകളുടെ മുകളിലും താഴത്തും ഒരു സൈഡിലും എന്തോ ഒരു വര പോലത്തെ ഒരു സംഭവം ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാനും കഴിയും. അതായത് തുടക്കം ഞാനൊരു വീഡിയോ കാണിച്ചില്ലേ, ആ ഒരു ഒബ്ജക്റ്റിന്റെ 4 സൈഡിലും നമുക്കൊരു ബ്ലിമ്പിന്റെ പുറയിൽ കാണുന്ന പോലെ ഒരു ഫിൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലത്തെ ഒരു പ്രതിഭാസം നമുക്ക് ഈ ഒരു വീഡിയോയിലും ഈ ഒരു ഒബ്ജക്റ്റിലും കാണാനും കഴിയും. ഇനിയിപ്പോൾ ഇത് ഒരു ഒറ്റ ഒബ്ജക്റ്റ് ആണോ അതോ 2 ഒബ്ജക്റ്റുകളാണോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ആശയം ഞാൻ പറഞ്ഞുതരാം. അതായത് പറക്കുന്നളി എങ്ങനെയാണ് പറക്കുന്നത്, UFO എങ്ങനെയാണ് പറക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് അത്യാവശ്യം റിസർച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും എനിക്ക് കാണാൻ കഴിയുന്ന ഒരു ഫീഡാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരുന്നത്. അതായത് ഈ ഒരു സംഭവം പറക്കുന്ന രീതി നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളിപ്പോ ഈ കാണുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത, അതായത് മനുഷ്യരുണ്ടാക്കിയെടുത്ത ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഈ ഒരു സംഭവം പറക്കാനായിട്ട് സാധാരണ രീതിയിലുള്ള പ്രൊപ്പല്ലറോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇത് ഒരു അൺകൺവെൻഷണൽ രീതിയിലാണ് ശരിക്കും പറക്കുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ 4 സൈഡിൽ കൂടെയും എന്തോ ഒരു ത്രസ്റ്റ് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു സംഭവത്തെ ഇൻഫ്രാറെഡ് ക്യാമറയിലൂടെ ക്യാപ്ചർ ചെയ്താൽ ഏകദേശം ഇതേപോലത്തെ ഒരു രൂപം നമുക്ക് ഇവിടെ കാണാനും കഴിയും. അതുകൊണ്ട് എനിക്കറിയില്ല, ചിലപ്പോൾ ആ ഒരു സംഭവമാണോ ഇത് എന്നുള്ളൊരു കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇത് എൻ്റെ ഒരു തിങ്കിങ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത വീഡിയോ നമ്മുടെ UAE വെച്ചെടുത്ത വീഡിയോ ആണ്. ഇത് 2023 ഒക്ടോബർ 1 ഈ ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. US മിലിറ്ററിയുടെ ഒരു ഫെസിലിറ്റിയാണ് ഈ ഒരു സംഭവത്തെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തോ ഒരു ഒബ്ജക്റ്റ് ഹൈ സ്പീഡിലൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനും കഴിയും. ഈ ഒരു വീഡിയോയുടെ ഒരു ഫ്രെയിം നമ്മൾ എടുത്തിട്ട് അതിനെ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഷേപ്പ് ഏകദേശം നമുക്ക് മനസ്സിലാക്കി എടുക്കാനും കഴിയും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ US മിലിറ്ററിയുടെ ആ ഒരു എക്യുപ്മെന്റിന് പോലും, അതായത് ഇവരുടെ എക്യുപ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ആ ഒരു എക്യുപ്മെന്റിന് പോലും ഈ ഒരു ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഈ ഒരു സംഭവത്തെ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് ഫോക്കസിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അത്രയധികം വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു പറക്കുംതളിയെയാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇനി ചിലർക്കൊക്കെ ചോദിക്കാൻ പറ്റും, ഇത് ചിലപ്പോൾ ഒരു ഡ്രോൺ ആയിക്കൂടെ, അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് പറപ്പിക്കുന്ന ഒരു സംഭവം ആയിക്കൂടെ എന്നൊക്കെ. പക്ഷേ ഇതിന് ഒരുപാടധികം കുഴപ്പങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സംഭവത്തെ കൺട്രോൾ ചെയ്ത് വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഒരു ഓട്ടോണമസ് ആയിട്ട് പറക്കുന്ന ഒരു സംഭവമാണെങ്കിൽ തന്നെ ആ ഒരു സംഭവം ഒരുപാടധികം റേഡിയോ ഫ്രീക്വൻസി പുറത്തേക്ക് ഇങ്ങനെ എമിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെ നമുക്ക് റഡാറിൽ പിടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ റഡാറിൽ പിടിക്കാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചോ, ഇപ്പോഴത്തെ 2026 ഡിഫൻസ് ടെക്നോളജി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യത്തിൽ കൂടുതൽ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന സിഗ്നൽസിനൊക്കെ ക്യാപ്ചർ ചെയ്തെടുക്കാന്നുള്ള ഒരു കഴിവ് ശരിക്കും നമ്മുടെ കൈവശമുണ്ട്. ഇത്ര അധികം സാങ്കേതിക വിദ്യകളൊക്കെ നമ്മുടെ കൈവശം ഉണ്ടായിട്ട് പോലും ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് യാതൊരു രീതിയിലുള്ള സിഗ്നൽസും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതെന്താണെന്നുള്ളതോ, ഇത് മനുഷ്യരുണ്ടാക്കിയതാണോ അതോ ഇത് വേറെന്തെങ്കിലും ഒരു സംഭവമാണോ എന്നുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ആർക്കും അറിയില്ല. എന്നാൽ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇതേ ദിവസം തന്നെ UAE വെച്ച് എടുത്ത ഒരു വീഡിയോ ആണ്. ഇത് രണ്ടും കണ്ടിട്ട് ഇത് ഒരേ ഒബ്ജക്റ്റിനെ തന്നെയാണ് ഇവർ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോക്ക് ഏകദേശം ഒരു 5 മിനിറ്റോളം ലെങ്ത് ഉണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ ആദ്യത്തെ 2 മിനിറ്റോളം ജസ്റ്റ് ബ്ലാങ്ക് മാത്രമാണ്. അതായത് അവിടെയുള്ള പോർട്ടുകളെയും അവിടെയുള്ള വിഷ്വൽസും മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ 2 മിനിറ്റിന് ശേഷം ഒരു ഒബ്ജക്റ്റ് ആകാശത്തൂടെ പറന്നു പോകുന്നതായിട്ട് ഈ ക്യാമറ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത് ഡിറ്റക്ട് ചെയ്ത ഉടനെ തന്നെ ഈ ക്യാമറ ആ ഒരു സംഭവത്തെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ അതിന്റെ വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതും നേരത്തെ പോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇവരുടെ കൈവശമുള്ള ഒരു സെൻസർ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് പലപ്പോഴും ആ ഒരു ടാർഗറ്റ് ഏരിയയിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനും കഴിയും. അപ്പൊ ഇതൊക്കെ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത വീഡിയോ ആണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അതായത് 2024 ജാനുവരി ഗ്രീസിൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഒരു US മിലിറ്ററി പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ കണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു എലോങ്ങേറ്റഡ് ഷേപ്പോ അല്ലെങ്കിൽ ഒരു സർക്കിൾ ഷേപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് UFO നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നത്. അതും നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ പറക്കുംതളിയെ യാത്ര ചെയ്യുന്ന വേഗത എന്ന് പറയുന്നത് 803 km/h സ്പീഡിലാണ്. നിങ്ങൾ തന്നെ ഈ വീഡിയോ നോക്കിയിട്ട് പറയാം, ഇത് കണ്ടിട്ട് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ഈ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ ഓപ്പറേറ്റർ മാക്സിമം ഈ ഒരു സംഭവത്തെ ഫോക്കസിൽ നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിന് വേഗത കൊണ്ടാണോന്ന് അറിയില്ല, അദ്ദേഹത്തിന് അതിനെ കറക്റ്റ് ആയിട്ട് സെന്റർ ചെയ്ത് പിടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ അകത്ത് ഈ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് പോലെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി ഈ ഒരു സംഭവം നേരെയാണ് പോകുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ലോകത്തിലത്തെ ഏറ്റവും ക്ലാരിറ്റി ഉള്ള പറക്കുതളിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. ആ ഒരു ഫോട്ടോഗ്രാഫാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു ഫോട്ടോഗ്രാഫ് നോക്കിയാലും ഈ ഒരു സംഭവത്തിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്കിവിടെ കാണാനും കഴിയും. അതുകൊണ്ട് തന്നെ അന്ന് അവർ കണ്ട ഒരു സംഭവം ഈ ഒരു സംഭവം ഒരേ സാധനം തന്നെയാണോ, ഇത് രണ്ട് കണക്റ്റഡ് ആണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് എന്റെ മനസ്സിലൂടെ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി 2022 ഡിസംബറിൽ ഇറാഖിൽ വെച്ചെടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതും എടുത്തിരിക്കുന്നത് US മിലിറ്ററി ഇൻസ്റ്റലേഷനിലെ ഒരു ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള പറക്കും തളിയ ഈ ഒരു സിറ്റിയുടെ മുകളിൽ കൂടെ പയ്യെ പറന്നു പോകുന്നതായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാതയിലൂടെയാണ് ഈ ഒരു സംഭവം സഞ്ചരിക്കുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ബൂഗാസ്ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ടാണ്. അത് ശരിക്കും ഒരു ഫേക്ക് ആയിട്ടുള്ള കേസ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഒഫീഷ്യലായിട്ട് പുറത്തു വരുമ്പോഴാണ് എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ചെറിയ ഡൗട്ടൊക്കെ തോന്നുന്നത്. എന്ത് തന്നെയും ബൂഗാസ്ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവം റിലീസ് ചെയ്തിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മമ്മിഫൈഡ് ഏലിയൻ ബോഡീനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അധികം വാർത്തകളൊക്കെ പുറത്തു വന്നില്ലേ, ആ ടീംസ് ആണ്. എന്നാൽ നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ആ മമ്മിഫൈഡ് ആയിട്ടുള്ള ഏലിയൻ ബോഡീസ് ആയിക്കോട്ടെ, അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളൊരു വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ ബൂഗാസ്ഫിയറിനോട് വളരെയധികം സാദൃശ്യം തോന്നിക്കുന്ന ഒരു സംഭവത്തെയാണ് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീണ്ടും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ 2013 മിഡിൽ ഈസ്റ്റിൽ വെച്ചെടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന വീഡിയോസിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നമ്മൾ എന്താണ് ശരിക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഒബ്ജക്റ്റിനെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കാം. ഇവിടെ നടുക്ക് ഒരു സ്ഫിരിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ കാണാനും കഴിയും. ഇതിന്റെ 4 സൈഡിലുമായിക്കോട്ടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് താഴത്തേക്കൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്ന പോലെ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഗ്യാപ്പിലൂടെ ചെറിയ 4 ത്രസ്റ്റ് പോലത്തെ സംഭവം പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനും കഴിയും. അതോടൊപ്പം തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് നേരെയല്ല പോകുന്നത്, ഒരു ഇറഗുലർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഈ ഒരു സംഭവം ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സംഭവം പോകുന്ന വഴിയിലൂടെ എല്ലാം ഒരു ട്രയല്, ഒരു പുക പോലത്തെ ഒരു സംഭവം ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയത് 2024 ന്യൂ ജേഴ്സിയിൽ വെച്ച് സംഭവിച്ച ഒരുപാട് UFO സംഭവങ്ങളെ പറ്റിയിട്ടാണ്. അന്ന് അവിടെ വെച്ച് നാട്ടുകാർ കണ്ട പറക്കുംതളിയുമായിട്ട് വളരെയധികം സാദൃശ്യം തോന്നിക്കുന്ന ഒരു ഷേപ്പ് തന്നെയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതും ഈ സമയത്ത് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു US മിലിറ്ററി ഇൻസ്റ്റലേഷൻ ആണെന്ന് മാത്രം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇന്ന് പത്രത്തിൽ വന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഫോട്ടോഗ്രാഫ് ആണെന്നുള്ളത്. അത് ശരി തന്നെയാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫ് ഉണ്ടാക്കിയെടുത്തത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? സംഭവം എന്താ വെച്ചാൽ 2023 സെപ്റ്റംബർ സമയത്ത് ഒരുപാട് ആൾക്കാർ ഒരു പറക്കുംതളിയെ കാണുന്നു. ഈ ഒരു സംഭവം അത്യാവശ്യം സെൻസേഷണൽ ആയതുകൊണ്ട് തന്നെ FBI ഈ കണ്ടുനിന്ന ആൾക്കാരുടെ എല്ലാം ടെസ്റ്റിമോണിയും കാര്യങ്ങളെല്ലാം എടുക്കുന്നു. എന്നിട്ട് അവരെന്താണോ കണ്ടത് അതിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചിത്രം FBI ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു ചിത്രം ഉണ്ടാക്കിയത് 2024 4-ാമത്തെ മാസമാണ്. അപ്പോ അവർ അന്ന് എന്താണോ കണ്ടത് അതിനെയാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇവരുടെ ടെസ്റ്റിമോണി അനുസരിച്ച് ഒരു ബ്രൗൺ കളർ മെറ്റാലിക് ഒബ്ജക്റ്റ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് എവിടെന്നോ മെറ്റീരിയലൈസ് ആയിട്ട് വരുന്നു, അതായത് പ്രത്യക്ഷപ്പെട്ടു വരുന്നു. അത് നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ എന്തോ ഒരു ബ്രൈറ്റ് ലൈറ്റിന്റെ അകത്തൂടെയൊക്കെയാണ് ശരിക്കും ഇവർ വരുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും അവർ അന്ന് കണ്ടത്. അതിന്റെ ഒരു ഡ്രോയിങ് ആണ് ശരിക്കും നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എന്ത് തന്നെയായാലും ഈ ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. ഇവരുടെ ഈ ഒരു ടെസ്റ്റിമോണി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇത് വേറെ എന്തെങ്കിലും ഒരു ഡയമെൻഷനിൽ നിന്ന് വന്ന ഒരു സംഭവമായിരിക്കാം. അതിനെപ്പറ്റി മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊന്നല്ല ഏറ്റവും വലിയ മിസ്റ്ററി.
അപ്പോളോ 17 മിഷനിലത്തെ ആ ഒരു സംഭവമാണ് എനിക്ക് ഇപ്പോഴും വളരെയധികം കൗതുകമായിട്ട് തോന്നുന്നത്. ആ കാലത്ത് ഈ ഒരു സംഭവത്തെ ആൾക്കാർ ഡീബങ്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ അത് ഡീബങ്ക് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഈ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഇപ്പൊ വരെ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പറക്കുതളി അല്ലെങ്കിൽ UFO എന്ന് പറയുന്നത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണ്. ഇപ്പോ ഇതാ ഗവൺമെന്റ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിലീസും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ശരിക്കും ഒരു കോൺസ്പിറസി തിയറി അല്ല. ഇത് എന്തോ ഒരു ശാസ്ത്രമാണ്, എന്തോ ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പറക്കുന്ന ഒരു ഒബ്ജക്റ്റുകളാണ് ഇതൊക്കെ. ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. ഇത് ഒഫീഷ്യലി പെന്റഗൺ പുറത്തുവിട്ടിരിക്കുന്ന ഒരുപാടധികം വീഡിയോസ് ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കൂട്ടം ആൾക്കാർ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യൂസിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ശരിക്കും ഇത്. എന്തൊക്കെ തന്നെയാലും ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള എവിഡൻസ് സഹിതം ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ള ഒരു കാര്യം എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. എന്ത് തന്നെയാലും നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.